നമ്മുടെ മാതാപിതാക്കളായാലും, നമ്മളായാലും പ്രത്യേകിച്ച് പാരന്റിങ്ങിന്റെ ക്ലാസ് ഒന്നും കിട്ടിയിട്ടല്ല പാരന്റ്സ് ആയത്, അല്ലേ? ഇനി അത്തരം ടിപ്സുകളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ച് പോയിട്ടുണ്ടാവില്ല. ഇനി കുറച്ച് ടിപ്സ് ഒക്കെ അറിഞ്ഞാലോ? നമുക്കൊരു ബെറ്റർ പാരന്റ് ആകാൻ പറ്റിയാലോ? ലെറ്റ്സ് ചെക്ക് 5 ടിപ്സ് ഫോർ ഇഫക്റ്റീവ് പാരന്റിങ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആൻഡ് ഓപ്പൺ എൻഡഡ് ആയിരിക്കണം. കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് ആ കുട്ടികളോടുള്ള ഒരു ബാരിയർ തന്നെ ഇടയിൽ തീർക്കും, അല്ലേ? കാരണം ആ കുട്ടികൾക്ക് നമ്മളോട് ഒന്നും പറയാൻ തോന്നില്ല. നമ്മളൊരു സ്ട്രിക്റ്റ് പാരന്റ് ആണെങ്കിൽ ദേ വിൽ ഫീൽ ഒരു സ്ട്രേഞ്ചർ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. പക്ഷെ നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആണെങ്കിലോ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒപ്പം വേണ്ട ഒരു സ്കില്ലാണ് ഓപ്പൺ മൈൻഡഡ്നെസ്. നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആണ്, നമ്മളിലൂടെ എന്തും ആ കുട്ടിക്ക് സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്ത് പോകാം. അവൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ അവൻ്റെ പാരൻസ് മതി എന്നൊരു സപ്പോർട്ട് ആ കുട്ടിയുടെ മൈൻഡിലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിലും മേലെ വേറെ ഒന്നും ലോകത്തിൽ വേണ്ടി വരില്ല, അല്ലേ? ഇപ്പോഴും അങ്ങനെ കുറേ പാരൻസ് ഉണ്ട്. വയസ്സായ പാരൻസ് വരെ മക്കളെ സപ്പോർട്ട് ചെയ്ത് അവരെ നോക്കണ പാരൻസ് വരെ നമുക്ക് കാണാം. അതേസമയം നമ്മൾ ഓപ്പൺ എൻഡഡ് അല്ല, ഒരു ബാരിയർ കീപ്പ് ചെയ്യാണ്, വി ആർ സ്ട്രിക്റ്റ് പാരന്റിങ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇഫ് യു ആർ ഫോളോയിങ് സ്ട്രിക്റ്റ് പാരന്റിങ്, വാട്ട് ഹാപ്പൻസ്? ദർസ് എ ബാരിയർ, ദർസ് എ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ചൈൽഡ്. നമ്മളും നമ്മുടെ മക്കളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. നമ്മുടെ മാതാപിതാക്കളെ ആലോചിച്ച് നോക്കും, നമ്മൾ എങ്ങനെയാണ് വളർന്ന സാഹചര്യം, നമ്മൾ അതുപോലെയാണോ കുട്ടികളെ വളർത്തുന്നത്? അതുപോലെയാണെങ്കിൽ ഒരു പടി മുന്നിൽ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജനറേഷൻ ഇങ്ങനെയായി, ഇനി അടുത്ത ജനറേഷൻ നമുക്ക് ഒരു ബെറ്റർ വേർഷൻ ഓഫ് അവർ സെൽഫ് എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് സമയം മാറ്റിവെക്കണം. കുട്ടികൾക്കായി സമയം മാറ്റിവെക്കണം. ചിലപ്പോൾ നമ്മുടെ പാരൻസിന് നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ പറ്റിയില്ല എന്ന് വെച്ചോ, ആ കുറവ് നമ്മളുടെ മക്കളിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വെൻ ദേ ആർ സ്പീക്കിംഗ് ടോക്കിംഗ് ടു അസ്, വെൻ ദേ ട്രൈ ടു ടോക്ക് ടു അസ്, അമ്മയ്ക്ക് ഇപ്പോൾ പണിയുണ്ട് കേട്ടാ, കുറച്ച് നേരം കഴിഞ്ഞ് സംസാരിക്കാം എന്ന് പറയണേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എത്ര അർജൻറ്റ് വർക്ക് ഉണ്ടെങ്കിൽ കൂടിയും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആ കുട്ടീനെ ഒന്ന് കേൾക്കുകയാണെങ്കിൽ അതിൽ പരം ആ കുട്ടിക്ക് കിട്ടുന്ന സപ്പോർട്ട് വേറെ ഒന്നുമില്ല. ചിലപ്പോൾ ഒരു ഫോൺ കോൾ ആയിരിക്കാം. അപ്പം നമ്മളൊരു ഡിസിപ്ലിൻ പഠിപ്പിക്കണം കുട്ടീനെ, അത് ശരിയാണ്, എനിക്ക് ഫോൺ കോൾ വരണ്ടേ എന്നുള്ളത്. ബട്ട് ഞാനിപ്പോൾ ലിസൺ ചെയ്യാം, ഐ ലിസൺ ടു യു, ഞാൻ നിന്നെ കേൾക്കാട്ടാ, പക്ഷെ അമ്മ ഈ ഫോൺ ഒന്ന് എടുത്തോട്ടെ. അതിൻ്റെ ഫോൺ വെച്ചതിന് ശേഷം ഉടനെ തന്നെ ഈ കുട്ടിയുടെ അടുത്തേക്ക് റിട്ടേൺ വരാം, ആൻഡ് ഷി ഓർ ഹി വിൽ ബി ഹാപ്പി. അപ്പം നമുക്ക് ഒരു പാരൻറ്റിങ് സ്റ്റൈലിൽ ആ ഹാപ്പി ചൈൽഡിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നമുക്കൊരു കാര്യം വേണം കേട്ടോ, അൺകണ്ടീഷണൽ ലവ്. നമുക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം. നമ്മൾ ഇത്രയും ചെയ്തു കൊടുത്തിട്ട് അവൻ്റെ റെസ്പോൺസ് എങ്ങനെയായില്ലേ? വൈ ഷിയോ ഹി ഈസ് നോട്ട് ഷോയിങ് ദാറ്റ് മച്ച് ലവ് വാട്ട് ഐ ഷവർ അപ്പോൺ ഹിം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്തടാ നീ അമ്മോട് ഇങ്ങനെ പെരുമാറിയത്? അമ്മയ്ക്ക് കുറച്ച് വിഷമമായിട്ടാ, അച്ഛന് കുറച്ച് വിഷമമായിട്ടാ. പിന്നെ ചില പാരൻറ്റിങ് സ്റ്റൈലുകൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ കൂടുതൽ മദേഴ്സ് ഫ്ലെക്സിബിൾ ആയിരിക്കും. ബട്ട് വി ഫീൽ ദ ഫാദേഴ്സ് ആർ നോട്ട് ദാറ്റ് മച്ച് ഫ്ലെക്സിബിൾ. അവർ ഫ്ലെക്സിബിൾ ആവില്ല മിക്കതും. കാരണം അവർ സ്ട്രിക്റ്റ് ആണ് എന്ന് വിചാരിച്ചാൽ മാത്രമാണ് അവർക്ക് ആ ഒരു റെസ്പെക്ട് കിട്ടുള്ളൂ. ദേ ആർ ഏർണിംഗ് ദ റെസ്പെക്ട്. അങ്ങനെ ചിന്തിക്കുന്ന പാരൻസ് ഉണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന അച്ഛൻ ഫിഗേഴ്സ് അല്ലെങ്കിൽ ഫാദർ ഫിഗേഴ്സ് ഉണ്ട്. സോ വാട്ട് ഹാപ്പൻ? ദർ ഇസ് എ ബാരിയർ, ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ചൈൽഡ്. Moreover, the flexibility should be there in the parenting style that I feel. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് പാരൻറ്റിംഗ് ആവണോ, അതോ കുറച്ച് ഫ്ലെക്സിബിൾ ആവണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളെങ്ങനെയാണ് പാരൻറ്റിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്യണത്, അതുപോലെ നിങ്ങളുടെ പാരൻസ് എങ്ങനെയാണ് നിങ്ങളെ ഗ്രൂം ചെയ്തേക്കുന്നത്. അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പാരൻസ് ഓൾവേസ് ദേ ആർ ഓപ്പൺ മൈൻഡഡ്നെസ് ഉള്ള ആൾക്കാരായിരിക്കും. ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പാരൻസ്. അത് വെച്ച് എല്ലാം കുട്ടി പറയണത് ചെയ്തു കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളുടെ സമയം, നമ്മളുടെ തീരുമാനങ്ങൾ എല്ലാം നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി വളച്ചൊടിക്കണം എന്നുമല്ല ഞാൻ പറഞ്ഞത്. അതൊരു പാരൻറ്റിംഗ് എന്ന് പറഞ്ഞൊരു കഴിവാണ് കേട്ടോ. അത് നമ്മളുടെ ആ ഒരു ഗ്രൂമിങ്ങിൽ കൂടി കിട്ടണം എന്നില്ല. നമ്മൾക്ക് ആരും ഇങ്ങനെ ഒരു പാരൻറ്റിംഗ് സ്റ്റൈൽ കീപ്പ് ചെയ്യണം നമുക്ക് ആരും പറഞ്ഞു തരുന്നില്ല. ഹൗ വി ആർ ലേണിംഗ്, നമ്മൾ സ്വയം അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഒരു ന്യൂ പാരൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഞാനും കുറേ മാഗസിൻസും പാരൻറ്റിങ് സ്റ്റൈലിനെ പറ്റിയിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു ആസ് എ ന്യൂ പാരൻറ്റ്. വെൻ ഇയേഴ്സ് ആർ ഗോയിങ് നമ്മൾ പിന്നെ നേടിയെടുക്കുന്നത് എന്താണ്? എക്സ്പീരിയൻസ് ആണ്. ദിസ് ഈസ് ഹൗ ഐ ഷുഡ് ബി ആസ് എ പാരൻറ്റ്. ഞാൻ ഇതുപോലെ ആയിരിക്കണം ആസ് എ പാരൻറ്റ്
എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് അവർ വിഷൻ. നമ്മൾ അടുത്ത ജനറേഷനിലേക്ക് കൈമാറുന്നത് എന്താണ്? നമ്മുടെ ലെഗസിയാണ് അല്ലേ? ഓരോ ജനറേഷൻ കഴിയുന്തോറും നമ്മുടെ ലെഗസി ഇങ്ങനെ കൈമാറി പോകുന്നുണ്ട്. സോ വാട്ട് വി ഹാവ് ടു ബി, നമ്മൾ ഒരു ഹാപ്പി പാരൻ്റ് ആയിരിക്കണം. ഹാപ്പി ഫാമിലി, ഒരു ഹാപ്പി പാരൻസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മളുടെ പാരൻറ്റിങ് സ്റ്റൈല്, ബോത്ത് ഫാദർ ആൻഡ് മദർ ചൂസ് പാരൻറ്റിങ് സ്റ്റൈൽ. ഇപ്പോൾ ഒരു സ്ട്രിക്റ്റ് പാരൻറ്റിൻ്റെ കീഴിൽ വളർന്ന കുട്ടിയും ഒരു ഹാപ്പി പാരൻറ്റിൻ്റെ കീഴിൽ വളർന്ന കുട്ടിയും തമ്മിൽ ഗ്രോത്തിൽ ധാരാളം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഹാപ്പി പാരൻറ്റിങ് ചൂസ് ചെയ്തിട്ടുള്ള ആ കുട്ടികളുടെ മൈൻഡും ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആയിരിക്കും. അതുപോലെ തന്നെ ദേ ആർ ഫ്രീ ടു ടോക്ക്. അവർ എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്ന് ഞാൻ പറയണില്ല, ബട്ട് ദേ ഹാവ് ദ കേപ്പബിലിറ്റീസ് ടു സോൾവ് മെനി പ്രോബ്ലംസ്. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ ഗ്രൂം ചെയ്ത സ്റ്റൈൽ എങ്ങനെയാണ്? നിങ്ങളെ കൊണ്ടുവന്ന പാരൻറ്റിങ് സ്റ്റൈൽ എങ്ങനെയാണ്? നിങ്ങൾ വളർത്തുന്ന കുട്ടികളെ എങ്ങനെയാണ് നിങ്ങൾ വളർത്തുന്നത്? ആർ യു സ്ട്രിക്റ്റ് പാരൻറ് ഓർ ഫ്ലെക്സിബിൾ പാരൻറ് ഓർ ഹാപ്പി പാരൻറ്? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. സോ ഹാപ്പി പാരൻറ്റിങ്. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത്ത.